ചരിത്രത്തിലെ റെക്കോർഡ് നമ്പറിലേക്ക് എത്തിയതിൻ്റെ ചാരുതാർത്ഥ്യത്തിൽ കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത്. ഇപ്പോൾ ജനറൽ സെക്രട്ടറി PMA സലാം നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ഇന്നലത്തെ ഒരു കൗതുകമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്ന താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. ലീഗ് ഓഫീസിന് മുന്നിൽ കേരള സ്റ്റേറ്റ് 2 എന്ന് പറയുന്ന ഒരു ഫോട്ടോ. അല്ല, UDF അധികാരത്തിൽ വരുന്ന സമയത്തൊക്കെ മന്ത്രിസഭയിലെ രണ്ടാമൻ ലീഗായിരുന്നിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് അതിലൊരു അത്ഭവമൊന്നുമില്ലല്ലോ. അപ്പോൾ പഴയ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വലിയ മികച്ച സ്ട്രൈക്ക് റേറ്റ് തന്നെയാണല്ലോ അല്ലേ? അതിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്കുണ്ടായി, ഇപ്പോഴും ഉണ്ടായി. ഞങ്ങൾക്കൊരു 10-35 സീറ്റ് തന്നിരുന്നെങ്കിൽ അത് മുഴുവൻ ജയിക്കുമായിരുന്നു. നമ്മളിപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേതാക്കളൊക്കെ പറഞ്ഞ പോലെ തന്നെ ആ ചർച്ചകളിലേക്കൊന്നും കടക്കേണ്ടതില്ല എങ്കിൽ പോലും ലീഗ് കൃത്യമായ നിലപാട് ഇപ്പോഴുണ്ട്, അത് അറിയിക്കും അല്ലേ? തീർച്ചയായും മുസ്ലിം ലീഗിനോട് UDFിലെ പ്രമുഖ ഘടകകക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസ് അഭിപ്രായം ചോദിക്കും. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് ഞങ്ങൾ പറയും. ഹൈക്കമാൻഡ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏത് തീരുമാനം എടുത്താലും അതിനെ സ്വാഗതം ചെയ്യുമോ? അല്ല, തീരുമാനം അവരെടുക്കില്ലല്ലോ. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവർ ഡിസ്കഷൻ നടത്തും, ചർച്ച നടത്തും ഘടകകക്ഷികളുമായി. ആ സമയത്ത് ഞങ്ങളുടെ അഭിപ്രായം അവരാവശ്യപ്പെട്ടാൽ ഞങ്ങൾ അറിയിക്കും. സമൂഹ മാധ്യമങ്ങളിലൊക്കെ എത്രയും മികച്ച വിജയം നേടുമ്പോൾ വനിതാ മന്ത്രിമാരുൾപ്പെടെ ചർച്ചകൾ നടത്തുകയാണ്. ലീഗ് അത്തരം ചിന്തകളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും കേരള മന്ത്രിസഭ വരാൻ പോകുന്ന UDF മന്ത്രിസഭയിൽ വനിതാ മന്ത്രിമാരുണ്ടാവും, നിർബന്ധമല്ല അത്. ഓക്കെ, അത് ഉറപ്പിക്കാമല്ലേ നമുക്ക്? ഓക്കെ, UDFിൻ്റെ മന്ത്രിസഭയിൽ വനിതകൾ ഉണ്ടാവും. UDFിൻ്റെ അല്ല, ലീഗിൻ്റെ മന്ത്രിമാർ. ഈ ഒറ്റയ്ക്ക് മന്ത്രിസഭ ഉണ്ടാക്കുന്നില്ലല്ലോ. മന്ത്രിസഭ UDF ആണ് ഉണ്ടാക്കുന്നത്. ആ മന്ത്രിസഭയിൽ വനിതകളുണ്ടാവും, പിന്നോക്ക വിഭാഗങ്ങളുണ്ടാവും, മറ്റ് ആവശ്യമായ ഘടകങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അത് കാര്യങ്ങളൊക്കെ പറയേണ്ടടുത്ത് പറയേണ്ട സമയത്ത് പറയുമെന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. മലപ്പുറത്തു നിന്നും അനീസ് തോട്ടയ്ക്കാടിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്.